Good morning, guys. Good morning, boys and girls. This is Neha Matthew again. So, നമ്മൾ welcoming you all today, day 18 of 30 days fitness challenge. നമ്മൾ ഡേ 18 എത്തിയിരിക്കുകയാണ് ഫൈനലി. അപ്പോൾ ഞാനിപ്പോൾ എണീച്ചു. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടോ. എൻ്റെ ഫ്രണ്ടും ഉണ്ടല്ലോ, ഞങ്ങൾ രണ്ടിനും കൂടെ കിടന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ഒരു 9 മണി 9:30 ഇപ്പോൾ കണ്ണ് തുറന്നു. പക്ഷേ ബെഡിൽ നിന്ന് എണീക്കാൻ കുറച്ചുകൂടെ ലേറ്റ് ആവുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഓടിപ്പോയിട്ട് ബ്രഷിങ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഫുഡ് ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് പുട്ടും ചിക്കൻ കറിയാണ്. അടിപൊളി ഗോതമ്പ് പുട്ടും ചിക്കൻ കറി. അപ്പോഴത്തേക്കും ഞാൻ ബ്രഷൊക്കെ ചെയ്തിട്ട് അത് കഴിക്കാനുള്ള കൊതി കാരണം ഞാൻ എണീറ്റ് പോയതാണ്. അപ്പം ഞാൻ ആദ്യം പോയിട്ട് കലാപരിപാടികളെല്ലാം നടത്തട്ടെ. കൗസല്യ സുപ്രജ രാമപൂർവ ചന്ദ്ര എണീക്ക് വാ, ലെറ്റ്സ് ഗോ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ഗുഡ് ഗേൾ. അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. ആദ്യം എണീറ്റ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക. എന്തിയെ ചിയേഴ്സ്. ഇതൊരു വിന്നിങ് ഐറ്റം അല്ല, സോ നമ്മൾ പതുക്കെ കുടിച്ചാൽ മതി. ഇതൊരു മത്സരമല്ല, അവിടെ നമ്മൾ പതുക്കെ കുടിച്ചാൽ മതി. ഓക്കെ, അവിടെ കുടിക്കണുണ്ടെങ്കിൽ എന്തോ ഓട്ടത്തിലേക്ക് നിൽക്കുന്നവര്. നീ പിന്നെ തെറി വിളിച്ചോ? ഇവളിപ്പം എന്നെ തെറി വിളിച്ചു. ഇവളും ഞാനും ഉള്ള ഡാൻസ് വരുന്നുണ്ട് കേട്ടോ. ഊവാണ്ടവ ആ സ്ഥാനം വരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും കാണണം. അപ്പം ഞങ്ങൾ വെള്ളം കുടിച്ച് തീർക്കട്ടെ. നീ ഒരു ഗ്ലാസ് കൊണ്ട് എടുത്തിട്ട് ബാ പറയട്ടെ. അമ്മ ഗോതമ്പ് പുട്ടല്ല, ക്യാരറ്റ് പുട്ടാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ അകത്ത് ഗോതമ്പും ക്യാരറ്റും എല്ലാം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ഹെൽത്തി ആയിട്ടും മൈ മമ്മി ഈസ് ദ ബെസ്റ്റ്. അപ്പോഴത്തേക്കും ക്യാരറ്റ് പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് പുട്ടും ചിക്കൻ കറിയാണ് കഴിക്കാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. കറിയൊക്കെ ഭയങ്കര എണ്ണ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് എണ്ണ വെച്ചിട്ടാണ് ഇത്രയും ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ നമ്മൾ കുറച്ചായിട്ടല്ലേ കഴിക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും കുറച്ച് എണ്ണ ആവത്തുള്ളൂ. ഞാൻ പ്രത്യേകം അമ്മയോട് പറയും എപ്പോഴും ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണ കുറച്ചുണ്ടാക്കിയാൽ മതി. കാരണം ഞങ്ങളുടെ വീട്ടിൽ പൊതുവേ എണ്ണ കുറച്ചാണ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറ്. മധുരം കഴിക്കുന്നതൊക്കെ ഭയങ്കര കുറവാണ്. ഇവിടെ എല്ലാവരും അങ്ങനെയാണ്. മധുരം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എല്ലാവരും അത്യാവശ്യം ഹെൽത്ത് കോൺഷ്യസ് ആയത് കാരണം മധുരം കഴിക്കുന്നത് കുറവാണ്. ഇപ്പം ഒന്നെങ്കിൽ ഷുഗർ ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ സോർട്ടഡായി ഇവിടെ. ലൈക്ക് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോണത്. പിന്നെ എപ്പോഴെങ്കിലും പുറത്തൊക്കെ പോണ സമയത്താണ് നമ്മൾ പ്രോപ്പറായിട്ട് ഇങ്ങനെ ഡെസേർട്ട്സ് അങ്ങനെയൊക്കെ കഴിക്കാൻ വന്നത്. അല്ലാണ്ട് അയച്ചുള്ള സമയത്ത് മിക്ക സമയത്തും കുറച്ചൊക്കെ ഹെൽത്ത് കോൺഷ്യസ് ആണ് ഇവിടെ എല്ലാവരും. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അവിടെ ഒരാൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? പി കെ എൻ്റെ വൂഫിനെ വിളിക്കുമ്പോൾ വരുന്ന പോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇങ്ങോട്ട് യെസ്, നമ്മളിനി മാങ്ങ വയ്ക്കാൻ പോവാണ് കുറച്ച്. സെയിം ടോപ്പ് എന്തെങ്കിലും എന്റെയും
ഞങ്ങളുണ്ടല്ലോ വൈകുന്നേരം പുറത്തിറങ്ങിയിട്ട് അവിൽ മിൽക്ക് കുടിച്ചു. എന്നിട്ട് പിന്നെ ഗ്രിൽഡ് ചിക്കൻ സാൻഡ്വിച്ചാണ് കഴിച്ചത്. 2 പീസായിട്ട് കഴിച്ചു രണ്ടുപേരും കൂടെ. അപ്പോൾ അത്രേ കഴിച്ചുള്ളൂ. അതുകഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെന്താ കുറച്ച് നേരം ഇവിടെ ഓരോന്നൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നേരെ ഡേ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഡേ അതും കഴിഞ്ഞ് ഇനി അടുത്തത് ഡേ 19 അല്ലേ, ഡേ 19 ഇന്നല്ല നാളെ ഡേ 19 ആവുകയാണ്. അപ്പോഴത്തേക്ക് എന്തായാലും ഡേ 18 സെറ്റാണ്. ഇവിടെ ആയതുകൊണ്ട് ഞാൻ ബുക്ക് എടുത്തില്ല, അപ്പോഴത്തേക്ക് ബുക്ക് ടിക്കറ്റ് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നാളെ പിന്നെയും ഒരു ഡേ ആയിട്ട് ഞാൻ വരായിരിക്കും.